അപ്പോൾ ട്രാവലിംഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷൂട്ടും കാര്യങ്ങളും ഈ വെള്ളമൊക്കെ മാറി മാറി യൂസ് ചെയ്യുമ്പോഴത്തേനും മെയിൻ വില്ലൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഡാമേജ് ആവും എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഹെയർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. MS-ന്റെ ഹെയർ ഓയിലാണ്. നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുമല്ലോ, നമുക്ക് ഫീൽ ചെയ്യുമല്ലോ പേഴ്സണലി. അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു കേട്ടോ. കാര്യമായിട്ട് ഞാൻ പറയാം കേട്ടോ, ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. കാരണം അങ്ങനെ തന്നെ നമ്മുടെ അമ്മമ്മമാരുടെ കാച്ചി എണ്ണയില്ലേ, അതേപോലത്തെ സ്മെല്ലും യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും നല്ലൊരു റിസൾട്ടും തോന്നിയൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ പിടിച്ച് നിൽക്കുന്നത് ഇതിലൊക്കെയാണ് ഗൈസ്. ഇതുണ്ടല്ലോ, നമുക്ക് തേച്ചിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ ഇല്ലേ നല്ല തണുപ്പാട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജെന്യൂനായിട്ട് പറയുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ പുരട്ടിയിട്ട് ഞാൻ മാക്സിമം ഒരു ½ an hour വെച്ചുകൊണ്ടിരിക്കാറുള്ളൂ കേട്ടോ. അതിനുള്ളിൽ ഞാൻ കുളിക്കും. എനിക്കിങ്ങനെ ഒരുപാട് സമയം ഇതിലങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. MS-ന്റെ തന്നെ നാച്ചുറൽ ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഷാംപൂ. ജസ്റ്റ് കുറച്ച് പൗഡർ എടുക്കുക, കുറച്ച് വെള്ളം, ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ വേണം എന്നുള്ളവർക്ക് ഞാൻ ഇവരുടെ പേജ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഡെഫിനറ്റ് യൂസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിട്ട് കേട്ടോ, യൂസ് ചെയ്ത് നോക്കണേ.